ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ദാറുൽ അർഖമിലായിരിക്കെ ഖത്താബിൻ്റെ മകള് ഉമ്മു ജമീലിനെ ശത്രുക്കൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സംഘത്തെയും അന്വേഷിച്ചായിരുന്നു ആ ക്രൂരത. എന്നിട്ടും ഉമ്മു ജമീൽ ദാറുൽ അർഖം എന്ന പേര് ഉച്ചരിച്ചതേയില്ല. മക്കയിലെ ഇസ്ലാമിക പ്രബോധനം നാൾക്ക് നാൾ ചർച്ചയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്വാസികളും രഹസ്യമായി ആരാധനകൾ നിർവഹിക്കുമ്പോഴും പാത്തും പതുങ്ങിയും ആളുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർക്കം ബിൻ അൽഖമിൻ്റെ വീട് അഥവാ ദാറുൽ അർഖം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി. കാബയിൽ നിന്ന് 130 മീറ്റർ ദൂരെ സൊഫാ കുന്നിനോട് ചേർന്നായിരുന്നു ഈ ഭവനം. ഖുറൈശികളിൽ നിന്നുള്ള എതിർപ്പിൻ്റെ കാഠിന്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അർക്കമിൻ്റെ വസതിയിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചത്. അന്യനാട്ടുകാരും തീർത്ഥാടകരും ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന സ്ഥലത്തായിരുന്നു ആ വസതി. തൻ്റെ അടുത്തെത്തുന്നവർക്ക് പ്രബോധനം നടത്താൻ ഏറ്റവും സൗകര്യയോഗ്യമായ സ്ഥലവും ഇതുതന്നെയായിരുന്നു. മക്കയിലെ ഇസ്ലാമിക പ്രചാര ചരിത്രത്തിൽ ഈ ഭവനത്തിലേക്കുള്ള മാറ്റം ഏറെ നിർണായകമാണ്. മക്കയുടെ തെരുവുകളിൽ കേൾക്കുന്നത് വിഗ്രഹാരാധനയുടെ വിളികൾ, അന്ധവിശ്വാസത്തിൻ്റെ ചിരികൾ. എന്നാൽ ആ ചെറുവീട്ടിൽ അവിടെ നിന്നാണ് മനുഷ്യചരിത്രത്തിൻ്റെ വഴിത്തിരിവിലേക്ക് വഴി തുറക്കുന്നത്. ബാഹ്യലോകത്തിന് അത് വെറുമൊരു വീടായിരുന്നു. പക്ഷേ അകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിൻ്റെ വിത്ത് വിതക്കപ്പെടുകയായിരുന്നു. അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ എന്ന ദൈവിക വചനങ്ങളാൽ ആ വീടിൻ്റെ മതിലുകൾ സാക്ഷിയായി. അനേകം സുജൂദുകളാൽ ആ വീടിൻ്റെ നിലം സമ്പന്നമായി. അല്ലാഹു മാത്രമാണ് രക്ഷകൻ എന്ന വിശ്വാസത്തിൻ്റെ സുഗന്ധം ആ വീടിൻ്റെ വായുവിൽ നിറഞ്ഞു. മുസ്ലിം പക്ഷത്ത് വെറും 30 ആളുകൾ മാത്രമുള്ള സമയത്താണ് ദാറുൽ അർഖമിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആസ്ഥാനം മാറ്റുന്നത്. ഖുറൈശികൾ അവരുടെ കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ദാറുന്നദവയിൽ നിന്ന് ഈ ഭവനം ഏറെ അകലെയായിരുന്നു. എന്നാൽ മക്കയിൽ നിന്ന് അകലെയുമായിരുന്നില്ല. ഇത് ശത്രുക്കളിൽ നിന്നുള്ള സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചു. ഉയരം കുറഞ്ഞ സൊഫാ കുന്നിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ ഇടം കച്ചവടത്തിരക്കുകളോ ജനവാസമോ ഇല്ലാത്തത് കാരണം സ്വഹാബാക്കളുടെ ഇങ്ങോട്ടുള്ള സഞ്ചാരം രഹസ്യമായി തന്നെ നിലനിർത്താനായി. ഏകദേശം 8 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ഈ വീട് പ്രവാചകർക്കും സ്വഹാബാക്കൾക്കും നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. ഖുറൈശികളിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും വഹിക്കാത്ത ആളുമായ അർക്കമിൻ്റെ വീട് തന്നെ പ്രബോധന കേന്ദ്രമായി തിരഞ്ഞെടുത്തതും ശത്രുക്കളുടെ കണ്ണിൽ നിന്നും സ്വഹാബത്തിനെ മറച്ചു പിടിക്കാനായിരുന്നു. ശിഷ്യന്മാർക്ക് വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളോടൊപ്പം സഹനത്തിൻ്റെയും സംസ്കരണത്തിൻ്റെയും ശ്രേഷ്ഠമായ പാഠങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു നൽകിയത് ഇവിടെ വെച്ചായിരുന്നു. യസ്രിബിലേക്കുള്ള സമരസഞ്ചാരത്തിന് ഒരു സമൂഹത്തെ സജ്ജരാക്കിയതിന് പിന്നിൽ ഈ ഭവനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഖുറൈശി അക്രമത്തിൽ നിന്നുള്ള ഒരു ആശ്വാസം എന്നതിനപ്പുറം പല നിർണായക ചർച്ചകളുടെയും പ്രഭവ കേന്ദ്രം കൂടിയായിരുന്നു ദാറുൽ അർഖം. ഖുർആനിക അധ്യാപനത്തിലൂടെ സ്വഹാബാക്കൾ കൂടുതൽ കരുത്തുള്ളവരായി. സ്വർഗവും നരകവും തൗഹീദിൻ്റെ മഹത്വവും മുൻ പ്രവാചകരുടെ കഥകളും പങ്കുവച്ചതിലൂടെ ലോകത്തിൻ്റെ ശക്തി താൽക്കാലികമാണെന്നും യഥാർത്ഥ ശക്തി അല്ലാഹുവാണെന്നും തുടങ്ങിയ മനസ്സിനെ കൂടുതൽ കരുത്തുളവാക്കുന്ന തലത്തിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പാകപ്പെടുത്തി എന്നുള്ളതാണ്. സഹിക്കൂ, അല്ലാഹുവിൻ്റെ സഹായം അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിസന്ധികളെ നേരിടാൻ അവരെ പരിശീലിപ്പിക്കുക കൂടി ചെയ്തു. നിങ്ങൾ ഈ ഒരു സത്യമാർഗം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ശാശ്വതമായ വിജയമാണെന്നും നിങ്ങൾ സഹിച്ചാൽ സ്വർഗം നിങ്ങളുടേതാണ് എന്ന വാക്കുകൾ അവരുടെ ഉള്ളിൽ പ്രോജ്വലിക്കുകയും അതോടൊപ്പം മുസ്ലിം സമുദായം ഭൂമിയിൽ
ഒട്ടേറെ ഇടങ്ങളിൽ വ്യാപിക്കുമെന്ന ശുഭപ്രതീക്ഷയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പകർന്നു നൽകി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ദാറുൽ അർക്കമിലുള്ള ഈ രഹസ്യ പ്രബോധനം തുടർന്നു. ദാറുൽ അർക്കമിലെ ഈ സംഭവങ്ങൾ ഒരുപാട് പാഠങ്ങൾ വിളിച്ചോതുന്നുണ്ട്. പരീക്ഷണങ്ങളെ ക്ഷമിച്ചാൽ മാത്രമേ യഥാർത്ഥ വിജയത്തിലേക്ക് എത്താനാകൂ. ക്ഷമയില്ലാതെ വളർച്ച അസാധ്യമാണ്. ക്ഷമിക്കുന്നവർ തന്നെയാണ് ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.